ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായ രൂപം. പ്രിയമുള്ളവരെ, ഈ വിഷയത്തിലേക്ക് വിളിച്ചോടിക്കൊണ്ട് ഞാൻ സി വിനോദ കണ്ണാടി കൊണ്ട് എഴുതി അവതരിപ്പിക്കുന്ന ഒരു കൊച്ചു കലാസൃഷ്ടി കനിവ് കാണാത്ത കാലം നാടകം ആരംഭിക്കട്ടെ. നീ എന്താണ് ഇങ്ങോട്ട് നോക്കുന്നത്? നിന്നോടല്ലേ പറഞ്ഞേ? നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ വീട്ടിൽ കൊണ്ട് ചാടാൻ പാടാണ്. പിന്നൊരു വന്നൊരു ഒരു വണ്ടിക്കാരൻ, ബൈക്കുകാരൻ. എടാ ഇതെന്താണ് എന്റെ അച്ഛന് തറവാട് സ്വന്തം സകല മാന്യങ്ങളെ കൊണ്ട് തള തേടികൾ. ക്ഷമിക്കണം, സഹിക്കാൻ കഴിയാത്തോണ്ട് പറഞ്ഞു പോകുന്ന നിങ്ങൾക്കറിയോ, സകല മാലിന്യങ്ങളും തട്ടുന്ന മാലിന്യ കൂമ്പാരങ്ങളായി ഇവിടെ മാറുക. മാലിന്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചില്ലറ മാലിന്യങ്ങളൊന്നുമല്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും ഉപയോഗിച്ച് തള്ളുന്ന സകല വൃത്തികെട്ട മാലിന്യങ്ങളും, പിന്നെ വീട്ടുമാലിന്യങ്ങളും ഹോട്ടലിലെ മാലിന്യങ്ങളും ഇറച്ചിക്കടയിലെ മാലിന്യങ്ങളും എന്ന് വേണ്ട ചത്ത മൃഗങ്ങളെ പോലും ഇപ്പോ ഈ റോഡ് എനിക്ക് കൊണ്ടു തള്ളുക. എല്ലാം മാലിന്യങ്ങൾ ഇവിടെ ഇങ്ങനെ തള്ളുമ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കുന്നത് വല്ല തെറ്റുള്ളൂ? നിങ്ങൾ പറ, മാലിന്യങ്ങൾ എവിടെ ഇങ്ങനെ തള്ളുമ്പോ എനിക്ക് ദേഷ്യം പിടിക്കുന്നതിൽ വല്ല തെറ്റുണ്ടോ? എന്നിട്ട് അവരെന്നെ വിളിക്കുക, ഒരു അധ്യാപകനായി എന്നെ അവർ വിളിക്കുക ഭ്രാന്ത മാഷ്, ഭ്രാന്ത രാജകൻ. എല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന മാലിന്യങ്ങൾ നമുക്ക് എങ്ങനെ സംസ്കരിച്ചാൽ എന്താ? അതിനൊക്കെ ഒരുപാട് സംവിധാനങ്ങളുണ്ടല്ലോ. ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ മണ്ണിലെ കമ്പോസ്റ്റ്, പിന്നെ ബയോഗ്യാസ്, പിന്നെ പൈപ്പ് കമ്പോസ്റ്റ്. ഇതൊന്നും ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന മാലിന്യങ്ങളൊക്കെ നമ്മുടെ വീട്ടുവളപ്പിന്റെ ഏതെങ്കിലും ഒരു മൂലക്ക് അതൊക്കെ കുടിച്ചിട്ടാ പോലെ അത് നാളെ നല്ല ജൈവ വളക്കൂറുള്ള മണ്ണാവുന്നേ. പിന്നെ ആവശ്യത്തിന് അനാവശ്യത്തിന് ഉപയോഗിച്ച് തള്ളുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അതായിപ്പോ കഷ്ടം. അല്ല, നമ്മൾ ഇതെല്ലാം പറഞ്ഞിട്ടും ഇപ്പോഴും പലരും പ്ലാസ്റ്റിക്കിലാണ് മീനൊക്കെ വാങ്ങുന്നത്. നിങ്ങൾ കുറച്ച് പ്രായമുള്ള ആളല്ലേ, നിങ്ങൾ പറ, നിങ്ങളെയൊക്കെ ചെറുപ്പത്തില് ഈ പണ്ടാര പ്ലാസ്റ്റിക് ഉണ്ടായില്ല മീനൊക്കെ വാങ്ങി. അതുപോലെ ഇലയിലോ കൊട്ടയിലോ ചട്ടിയിലോ ഒക്കെ വാങ്ങണം. അങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരമാവധി കൊടുക്കണം. പക്ഷെ ഒന്നും ചെയ്യില്ല, അതാ പ്രശ്നം. കുന്നും മലകളൊക്കെ ഇടിച്ചു നിരത്തി ഈശ്വരനെ പിടിച്ച് നടക്കുന്ന കുറെ മാന്യമാണ്. പിന്നെ വയലുകളൊക്കെ മണ്ണിട്ട് നികത്തി വാങ്ങിക്കേണ്ട വ്യവസായ സ്ഥാപനങ്ങൾ, നാട്ടിലാണെങ്കിൽ മാലിന്യ കൂമ്പാരം. ഇങ്ങനെ പോയാൽ നമ്മൾ ജീവിച്ചതുപോലെ നമ്മുടെ വരും തലമുറയ്ക്കും ജീവിക്കണമെന്നൊരു വിചാരം വേണ്ടേ നമുക്ക്? അതില്ലാണ്ടായിരുന്നു. കഷ്ടം. എന്താ പോലെ അച്ഛനും ഉണ്ട് കേട്ടോ, മോളൊക്കെ കിടന്ന മോളെ കേട്ടോ. അതെ മകളാ, പ്രായം പറഞ്ഞിട്ട് പഠനവും വിനോദവും പിന്നെ ഇത്തിരി ആഗ്രഹങ്ങളും മോഹങ്ങളൊക്കെ കഴിയുന്ന പ്രായം. പക്ഷെ എന്റെ മകളിപ്പോ കഠിനമായ അസുഖം പിടിപെട്ടു, ശരീരമാകെ പടുത്തൊലിച്ച് പൂർണ്ണമായും കിടപ്പില്ല. എല്ലാറ്റിനും കാരണം നിങ്ങളാ, നമ്മളാ, ഈ നാടാ. നിങ്ങൾക്കറിയോ, കുന്നും മലകളും ഒരുപാട് കൃഷിയിടങ്ങളും ഒക്കെയുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലായിരുന്നു ഞാൻ എൻ്റെ കുടുംബം. കുറെ കഴിഞ്ഞപ്പോ അവിടെ കൃഷിയൊന്നുമില്ലാതെ വലിയൊരു കമ്പനി വന്നു. ആ കമ്പനിക്കകത്ത് നിന്ന് എന്താണ് ഉണ്ടാക്കുന്നതെന്ന് പോലും നമ്മൾ ആരും അറിയില്ല കേട്ടോ. പിന്നെയും കുറെ കഴിഞ്ഞപ്പോ ആ പ്രദേശത്തുള്ളവർക്കൊക്കെ ചില്ലറ അസുഖങ്ങളും പിന്നീട് രൂക്ഷമായി. ഒടുവിൽ സർക്കാർ ഇടപെട്ടു, അന്വേഷണവും നടത്തി. അങ്ങനെ ആ അന്വേഷണത്തിൽ കഴിഞ്ഞു ആ പ്രദേശത്ത് പിടിപെട്ട എല്ലാ അസുഖങ്ങൾക്കും കാരണം ആ കമ്പനിക്കകത്ത് നിന്ന് പുറത്തേക്ക് തള്ളുന്ന മാലിന്യങ്ങളാണെന്ന്, പൊടിയും പുകയുമാണ്. അങ്ങനെ ആ പ്രദേശത്ത് ആർക്കും ജീവിക്കാൻ കഴിയാതെ വന്നപ്പോൾ പലരും പല സ്ഥലങ്ങളിലേക്കായി നടന്നു. ഒടുവിൽ അമ്മ പോലും മുമ്പേ നഷ്ടപ്പെട്ട എൻ്റെ മോളെയും കൂട്ടി ഞാൻ ഇങ്ങോട്ട് വന്നു, ഈ പട്ടണത്തിനരികെ. പക്ഷേ എൻ്റെ മകളുടെ അസുഖം മാറിയില്ല കേട്ടോ. എങ്ങനെ മാറാനാ? ഇവിടെയും മാലിന്യ കൂമ്പാരങ്ങളല്ലേ, മാലിന്യ കൂമ്പാരങ്ങൾ. നിങ്ങൾക്കറിയോ, എൻ്റെ മോളെ ചികിത്സിക്കുന്ന ഡോക്ടർ പോലും ഇപ്പോ എൻ്റെ പൊന്നു മോളെ ഉപേക്ഷിച്ചിരിക്കുക. ഇപ്പോ എല്ലാം കാണാൻ, എല്ലാം സഹിക്കാൻ ഈ അച്ഛൻ മാത്രം, ഞാൻ മാത്രം. എനിക്കും തീരെ വയ്യാതായിരുന്നു കേട്ടോ. ചികിത്സ ഒന്നുമില്ല, ജീവിക്കണമെന്നൊരാഗ്രഹം അത് തീരെയില്ല.
പക്ഷേ ഒരാഗ്രഹം, ഒരു പ്രാർത്ഥന മാത്രമേ ഇരിക്കുമ്പോൾ കഠിനമായ അസുഖം പിടിപെട്ട് ശരീരം വാങ്ങിയ വ്രണം വന്ന് പഴുത്തൊലിച്ച് ഒരിറ്റ് വെള്ളം പോലും സ്വന്തമായി ഊറ്റി കുടിക്കാൻ കഴിയാതെ അച്ചായ ഉറക്കെ വിളിക്കാൻ പോലും കഴിയാത്ത എന്റെ മോളെ തനിച്ചാക്കി എന്റെ ജീവിതം ഇവിടെ അവസാനിക്കരുതെന്നൊരാഗ്രഹം, ആ ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കിപ്പോഴുള്ളൂ. ആ ഒരു പ്രാർത്ഥന മാത്രം. അയ്യോ, എന്താ മോളെ എന്താ ശബ്ദം ഉണ്ടാക്കിയത്? മോളെന്താ ശബ്ദം ഉണ്ടാക്കിയത്? അയ്യോ, മോളെന്താ ഇങ്ങനെ? എന്റെ പൊന്നു മോളെ എന്റെ കണ്ണോട് കിടക്കാണല്ലോ. മോളെ വേണ്ട, മോളെ കണ്ണു തുറന്ന് അച്ഛനൊന്ന് നോക്കും മോളെ. അയ്യോ, എന്റെ മോളെന്താ ഇങ്ങനെ? എന്റെ മോളെ എന്നോടൊന്നും മിണ്ടുന്നില്ലല്ലോ. എന്റെ മോളൊന്ന് കണ്ണൊന്ന് നോക്കുന്നില്ലല്ലോ. മോളെ, എന്റെ പൊന്നു മോളെ, ഈ അച്ഛനൊന്ന് നോക്കും മോളെ. അയ്യോ, എന്റെ മോളുടെ ശരീരത്തെ ഇങ്ങനെ. അയ്യോ മോളെ, അയ്യോ എന്റെ പൊന്നു മോളെ, എന്റെ പൊന്നു മോളെ, എന്റെ പൊന്നു മോളെ, എന്റെ പൊന്നു മോളെ പോയി. എന്റെ പൊന്നു മോളെ തനിച്ചാക്കി പോയി. ഇത്ര ചെറുപ്പത്തില് ഒരാഗ്രഹങ്ങളും നിറവേറ്റാൻ കഴിയാതെ എന്റെ പൊന്നു മോൾ എന്നെ വിട്ടു പോയി. എന്റെ മോളെ, എന്റെ പൊന്നു മോളെ, മോളെ, എന്റെ പൊന്നു മോളെ, എന്റെ പൊന്നു മോളെ പോയി. എന്താ സങ്കടം തോന്നുന്നല്ലേ? സഹതാപം തോന്നുന്നല്ലേ എന്നോട്? എന്താ അതുകൊണ്ടൊന്നും എനിക്ക് കാര്യമില്ല. നഷ്ടപ്പെട്ടത് എനിക്കാ, എന്റെ പൊന്നുമോള്. പക്ഷേ ഇനി നഷ്ടപ്പെടാനുള്ളതോ അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും. നിങ്ങൾക്കില്ലേ മക്കള്, നിങ്ങൾക്കുമില്ലേ പേരമക്കള്, നമുക്ക് ചുറ്റുമില്ലേ പൊന്നുമക്കള്. മാലിന്യങ്ങൾ നിങ്ങൾ എവിടെ തള്ളിയാലും അത് അന്തരീക്ഷത്തിൽ പടരും. അത് നാളെ നിങ്ങളുടെ മക്കളെ അത് കാർന്നു നിന്നും. അത് ഓർമ്മ വേണം നിങ്ങൾക്ക്. അയ്യോ, അതാ ആളുകളൊക്കെ വരാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോ അവരെന്നെ പൊന്നു മോളെ പൊതിഞ്ഞോണ്ട് പോവും. എന്റെ പൊന്നു മോളെ, ഓർമ്മ വെച്ച നാളെ മുതല് എന്റെ മോൾക്ക് ഈ അച്ഛനായിരുന്നല്ല. പക്ഷേ എന്റെ പൊന്നു മോളുടെ ഒരു ആഗ്രഹങ്ങൾ നിറവേറ്റി തരാൻ ഈ ശാപം പിടിച്ച അച്ഛന് സാധിച്ചില്ല മോളെ. ശാപം പിടിച്ച അച്ഛന് സാധിച്ചില്ല.